മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്ത് വിജിലൻസ്. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് വിജിലൻസ് സംഘം വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്തത്. കേസന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലുണ്ടായത്. ക്രൈംബ്രാഞ്ച് SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഹൈക്കോടതി കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയത്. ശശിധരൻ തന്നെ കേസ് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. കേസിൽ വെള്ളാപ്പള്ളി അടക്കം 5 പ്രതികളാണുള്ളത്. പിന്നോക്ക വികസന കോർപ്പറേഷൻ മുൻ MD നജീബ്, നിലവിലെ MD-ആയ ദിലീപ് കുമാർ, മൈക്രോ ഫിനാൻസ് ചീഫ് കോർഡിനേറ്റർ KK മഹേഷൻ, SNDP യോഗം നേതാവ് ഡോക്ടർ MN സോമൻ എന്നിവരാണ് മറ്റ് പ്രതികൾ. 2016-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് വെള്ളാപ്പള്ളിക്കെതിരെ പരാതി നൽകിയത്. 15 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു VS-ന്റെ പരാതി. പിന്നോക്ക വികസന കോർപ്പറേഷൻ മുഖേന കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കുകയും പിന്നാലെ ഉയർന്ന പലിശ ഈടാക്കി വിതരണം ചെയ്തുവെന്നാണ് കേസ്. ഇല്ലാത്ത ആളുകളുടെ പേരിൽ പോലും വായ്പ അനുവദിച്ചിരുന്നതായും പരാതിയിലുണ്ടായിരുന്നു. സ്വാശ്രയ സംഘങ്ങൾക്ക് നൽകാനെന്ന പേരിലാണ് SNDP 5 കോടി രൂപ വായ്പ എടുത്തത്. എന്നാൽ അന്വേഷണത്തിനിടയിലാണ് പലരും തങ്ങളുടെ പേരിൽ വായ്പയുള്ളതായി അറിയുന്നത്. ഇതിന്റെ പേരിൽ നിരവധി കുടുംബങ്ങൾ നടപടി നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സംഭവം പുറംലോകം അറിയുന്നത്. പിന്നാലെയാണ് VS അച്യുതാനന്ദൻ പരാതി നൽകുന്നത്. VS രണ്ടാമതും പരാതി നൽകിയതോടെയാണ് കേസിൽ അനക്കമുണ്ടാകുന്നത്. ആദ്യമായി VS പരാതി നൽകിയത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. എന്നാൽ ഇതിൽ നടപടിയുണ്ടായില്ല. പിന്നാലെ രണ്ടാമത് പരാതി നൽകുകയും നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് VS ഭീഷണി മുഴക്കി. തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഉത്തരവിട്ടത്. 2016 ജനുവരിയിലായിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഏത് വെല്ലുവിളിയെയും നേരിടുമെന്നും കേസിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. പിണറായി വിജയനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു.